അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ആന കൂടുതൽ ആരോഗ്യവാനാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഏറെ പണിപ്പെട്ടാണ് അന്ന് ചികിത്സയടക്കം നൽകിയത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ആന പ്രദേശത്തേക്ക് തിരിച്ച് എത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകരും കണ്ടത്. ആന കൂടുതൽ ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിലും നമുക്ക് വ്യക്തമാകുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ആനയെ ചികിത്സയ്ക്ക് വിധേയനാക്കിയ ശേഷം വനപാലകർ ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ആനയെ കാട് കയറ്റിവിട്ടത്. പിന്നീട് ഇന്ന് വൈകിട്ട് 5:30 ഈ ആനയെ വീണ്ടും ആ ചികിത്സയ്ക്ക് ശേഷം കാട് കയറ്റിയ ആനയെ വീണ്ടും ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് എത്തുന്നത് ആദ്യമായി ഈ ആളുകൾ കാണുന്നത്. അത് ഇന്ന് കണ്ടത് എലിച്ചാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാലടി പ്ലാന്റേഷന്റെ തോട്ടമുണ്ട്, അവിടെ വെച്ചാണ് ഈ ആനയെ കണ്ടത്. ഈ ചാലക്കുടി പുഴയ്ക്ക് മറുകരയിലാണ് ഈ എലിച്ചാണി എന്ന് പറയുന്ന സ്ഥലം. അതിന് മുകളിലായിട്ടാണ് ഈ കാട്. ഈ കാട്ടിലേക്കാണ് അന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെ ചികിത്സയ്ക്ക് ശേഷം കാട് കയറ്റിവിട്ടത്. ആനയെ കണ്ടവർ പറയുന്നത്, നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്, ആന കൂടുതൽ ആരോഗ്യവാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചികിത്സയ്ക്ക് ശേഷം. കാരണം ആന ആ പരിക്കുള്ള സമയത്ത് ഭക്ഷണം ശരിക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് അവിടെയുള്ള വന്യമൃഗ സംരക്ഷകരും പ്രദേശവാസികളും ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ആനയെ കണ്ടപ്പോൾ ആന ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആന കൂടുതൽ ആരോഗ്യവാനാണ്, കൂടുതൽ പ്രസരിപ്പ് ആനയെ കാണുമ്പോൾ ഉണ്ട് എന്നതാണ് ദൃക്സാക്ഷികൾ കണ്ടവരൊക്കെ പറയുന്നത്. മാത്രമല്ല ആന മസ്തകത്തിലേക്ക് മണ്ണ് വാരിയിടുന്നുണ്ട്, അതുപോലെ തന്നെ മുറിവിൽ തുമ്പിക്കൈ കൊണ്ട് തട്ടുന്നുണ്ട്. ഇതെല്ലാം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. എന്ന് മനസ്സിലാക്കാം ആ മുറിവ് പൂർണ്ണമായും ഉണക്കമായിട്ടില്ല എന്ന ഒരു സൂചന കൂടി നൽകുന്നു. എന്നിരുന്നാൽ പോലും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ ഉന്മേഷവാനായിട്ടാണ് കാണുന്നത്. ആന ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെയുള്ളവർ പറയുന്നത്. അതിലും ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതിരപ്പള്ളിയിലെ മാധ്യമപ്രവർത്തനായ റൂബിൻലാലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ ബുധനാഴ്ചയാണ് വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘം ഈ ആനയെ ചികിത്സിക്കാൻ ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഈ അതിരപ്പള്ളിയിൽ എത്തുന്നത്. അതിനുശേഷം ബുധനാഴ്ച രാവിലെ ആന തുരുത്തിൽ, ചാലക്കുടി പുഴയിലുള്ള തുരുത്തിൽ അകപ്പെട്ടു. ഈ തുരുത്തിൽ നിന്നും ആനയെ കരകയറ്റാനായി പടക്കം പൊട്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു വനം വകുപ്പ്. ഈ പടക്കം പൊട്ടിച്ചതോടെ വിരണ്ട ആന കാട് കയറുകയായിരുന്നു. പിന്നീട് ബുധനാഴ്ച രാത്രി വരെയും ഈ ദൗത്യ സംഘം അന്വേഷിച്ചിട്ടും ആനയെ കണ്ടെത്താനായില്ല. ഡ്രോൺ ഉപയോഗിച്ച് ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. 20-അംഗ സംഘമായിരുന്നു ബുധനാഴ്ച രാവിലെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനായി എത്തിയത്. പക്ഷേ അന്നൊന്നും ആനയെ കണ്ടെത്താനായില്ല. പിറ്റേ ദിവസവും ആനയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടെ രാവിലെയാണ്, പിറ്റേ ദിവസവും നടത്തി കണ്ടില്ല. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെയാണ് പിന്നീട് ആനയെ ഈ പ്രദേശത്ത് കാണുന്നത്. മറ്റ് 3 കൊമ്പന്മാർക്കൊപ്പമാണ് ഈ പരിക്കേറ്റ ആനയെ കണ്ടെത്തുന്നത്. വീണ്ടും അന്ന് പോയി നിന്ന അതേ തുരുത്തിൽ തന്നെ ആന പോയി നിന്നു. പിന്നീട് അവിടെ നിന്നും ആനയെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഈ വനപാലകർക്കും അതുപോലെ ദൗത്യ സംഘത്തിനും മാറ്റാനായി. ഇവിടെ വെച്ച് രാവിലെ 9 മണിയോടെ തന്നെ ആനയെ മയക്കുവെടി വെക്കാനായി. ഉടനടി മയങ്ങിയ ആനയെ നിർത്തി മയങ്ങാൻ മാത്രം പാകത്തിലുള്ള ഡോസ് ഉപയോഗിച്ചാണ് അന്ന് മയക്കുവെടി വെച്ചത്. അതെല്ലാം പൂർണ്ണമായി വിജയം കണ്ടിരുന്നു. പിന്നീട് ആനയെ മുറിവിൽ മരുന്ന് വെച്ച് ചികിത്സിച്ചു, ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ നൽകി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആനയുടെ മയക്കം വിട്ട ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ ആനയെ കാട് കയറ്റി വിട്ടു. എന്തായാലും വലിയൊരു ദൗത്യമായിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വനപാലകരുടെ സംഘം, 50-അംഗ സംഘം, 20-അംഗ സംഘം വന്നു. അതിനെ 50-അംഗ സംഘമായി വിപുലപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ ആനയെ അന്വേഷിച്ച് നടന്നത്. കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചും ആനയെ കണ്ടെത്താനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. ആ ദൗത്യങ്ങൾക്കൊക്കെ ഒടുവിലാണ് വിജയകരമായി ആനയെ മയക്കുവെടിക്കാനായതും അതുപോലെ തന്നെ ചികിത്സിക്കാനൊക്കെ. അതിനുശേഷം കാട് കയറ്റി വിട്ട ആനയെ പിന്നീട് ഇന്ന് വൈകിട്ട് 5:30 ഈ മേഖലയിൽ കാണുന്നത്. എന്തായാലും ആ ചികിത്സ ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ആന കൂടുതൽ ആരോഗ്യവാനാണ് എന്നാണ് ഈ ആനയുടെ കണ്ട ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൂടുതൽ ഉന്മേഷവാനായി കാണുന്നു. എന്തായാലും ആന ഇപ്പോൾ നിലവിൽ ഈ ചാലക്കുടി പുഴയിലാണെന്നാണ് നമുക്ക് അല്പം മുമ്പ് ലഭിച്ച വിവരം. ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ പുഴയിൽ നിന്നും രാത്രിയോടെ കാട് കയറി വീണ്ടും കാട്ടിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ തുടരാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ആന കൂടുതൽ ഉത്സാഹവാനാണ്, കൂടുതൽ ആരോഗ്യവാനാണ് ചികിത്സയ്ക്ക് ശേഷം എന്ന ഒരു നല്ല കാര്യമാണ്, നല്ല വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. വൃന്ദ, തീർച്ചയായും ചികിത്സയ്ക്ക് ശേഷം ഉന്മേഷവാനായിട്ടുള്ള ആനയുടെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെയും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനീഷ് ആന്റണി.